നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അതിൻ്റെ ആൻസർ ഫിൻലൻഡാണ്. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 126. 126 സ്ഥാനമാണ് ഇന്ത്യക്ക്. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126. 2023 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് നോർവേ. 2023 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 161. 2023 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം നോർവേ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 161. അടുത്ത ചോദ്യം, 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? അതിൻ്റെ ഉത്തരം ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയ്ക്കാണ് 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ലഭിച്ചത്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ കിരീടം ചൂടിയത്. 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു. അപ്പോൾ 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. ലോകകപ്പ് നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ്. ആതിഥേയം വഹിച്ച ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഓസ്ട്രേലിയ വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നത്. ഓസ്ട്രേലിയയുടെ 6ാമത്തെ കിരീട നേട്ടമാണ് 2023 ഓസ്ട്രേലിയൻ വനിതാ ടീം ക്യാപ്റ്റൻ മെഗ് ലാനിങ് ആയിരുന്നു. മെഗ് ലാനിങ് ആണ് ഓസ്ട്രേലിയൻ വനിതാ ടീം ക്യാപ്റ്റൻ. 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആഷ്ലി ഗാർഡനറാണ്. 2023 ഫെബ്രുവരിയിൽ നീതി ആയോഗ് CEO ആയി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യമാണ് 2023 ഫെബ്രുവരിയിൽ നീതി ആയോഗ് CEO ആയിട്ട് നിയമിതനായത്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO. നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO ആണ് സിന്ധുശ്രീ ഗുള്ളാർ. നീതി ആയോഗിൻ്റെ ബഹുതല ദാരിദ്ര്യ സൂചിക 2023 പ്രകാരം ദാരിദ്ര്യരഹിതരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. നീതി ആയോഗിൻ്റെ ബഹുതല ദാരിദ്ര്യ സൂചിക 2023 പ്രകാരം ദാരിദ്ര്യരഹിതരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ് ദാരിദ്ര്യരഹിത പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത്. നീതി ആയോഗിൻ്റെ ബഹുതല ദാരിദ്ര്യ സൂചിക 2023 പ്രകാരം ദരിദ്രരില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. അപ്പോൾ ദാരിദ്ര്യരഹിതരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളവും ദരിദ്രരില്ലാത്ത ജില്ല എന്ന് പറയുന്നത് എറണാകുളവുമാണ്. 2023 ബോർഡർ ഗവാസ്കർ ട്രോഫി നേടിയ ടീം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി. ഓർത്തു വയ്ക്കുക, ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയാണ്. 2023 ആഷസ് ട്രോഫി കിരീടം നിലനിർത്തിയത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര അറിയപ്പെടുന്നത് ആഷസ് ട്രോഫി എന്നാണ്. അടുത്ത ചോദ്യം, 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ന്യൂഡൽഹിയാണ്. 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ന്യൂഡൽഹി. 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ബോക്സിംഗ് താരമാണ്
MC മേരി കോം. അപ്പോൾ 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് മേരി കോം. 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗ്യചിഹ്നമാണ് വീര എന്ന ചീറ്റ. വീര എന്ന ചീറ്റയാണ് 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗ്യചിഹ്നം. 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 75 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയത് ലവ്ലിന ബോർഗോഹെയ്നാണ്. ലവ്ലിന ബോർഗോഹെയ്നാണ് 75 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയത്. 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 50 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയത് നിഖാത് സരിനാണ്. നിഖാത് സരിനാണ് 50 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയത്. അതുപോലെ 75 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയത് ലവ്ലിന ബോർഗോഹെയ്നാണ്. 2023 ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് താഷ്കൻഡ്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിലാണ് 2023 ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അടുത്ത ചോദ്യം, PSLV ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിയ ISROയുടെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏതാണ്? PSLV ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിയ ISROയുടെ ആദ്യ വിക്ഷേപണ ദൗത്യമാണ് PSLV C-55. PSLV C-55 ആണ് ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിയ ISROയുടെ ആദ്യ വിക്ഷേപണ ദൗത്യം. സിംഗപ്പൂരിൻ്റെ ടെലിയോസ് 2, ലൂംലൈറ്റ് 4 എന്നീ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ ദൗത്യമാണ് PSLV C-55 എന്ന് പറയുന്നത്. വിക്ഷേപിച്ചത് 2023 ഏപ്രിൽ 22-നാണ്. 2023 ഏപ്രിൽ 22-ന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് അത് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ച റോക്കറ്റ് PSLV C-57 ആണ്. ഓർത്തിരിക്കുക, PSLV C-57 ആണ് ആദിത്യ L1 വിക്ഷേപിച്ച റോക്കറ്റ്. സിംഗപ്പൂരിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ DSSAR ചെറു ഉപഗ്രഹങ്ങളായ ആർക്കേഡ്, വെലോക്സ് AM, ഓർബിറ്റൽ സ്ട്രൈഡർ, ഗലാസിയ 2, സ്കൂബ് 2, ന്യൂലോൺ എന്നിവ വിക്ഷേപിച്ച റോക്കറ്റാണ് PSLV C-56. PSLV C-56 വിക്ഷേപിച്ചത് 2023 ജൂലൈ 30-നാണ്. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ് 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം. 2023 G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യയായിരുന്നു. 2023 ഇന്ത്യയാണ്, 2024 ബ്രസീലാണ്. 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം എന്നതാണ്. 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ. അതായിരുന്നു 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത്. 2024 G20 ഉച്ചകോടി എവിടെ വെച്ചാണ് നടക്കുന്നത്? ബ്രസീലിൽ വെച്ചിട്ടാണ് 2024 G20 ഉച്ചകോടി നടക്കുന്നത്. 2023 G20 ഇന്ത്യൻ ഷെർപ്പയായി നിയമിതരായത് അമിതാഭ് കാന്താണ്. 2023 G20 ഇന്ത്യൻ ഷെർപ്പയായി നിയമിതരായത് അമിതാഭ് കാന്താണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.